നമസ്കാരം. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പനീർ ബട്ടർ മസാല അതേ രുചിയിൽ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയാലോ? ചൂടായ പാനിലേക്ക് 2 ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആവുമ്പോഴത്തേക്കും അതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് അതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും കൂടി വേണമെങ്കിൽ ഇന്ന് ചേർത്ത് കൊടുക്കാം. സവാള വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ അരിഞ്ഞ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് അതിലേക്ക് കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 15ഓളം കശുവണ്ടിപ്പരിപ്പ് ഞാൻ ഇതിനകത്തോട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. വെള്ളത്തിൽ കുതിർത്ത് വെച്ച കശുവണ്ടിപ്പരിപ്പാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് ബേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പനീർ ബട്ടർ മസാലയാണ്. ഈ ഒരു മസാലപ്പൊടി മാത്രം മതി. ഇത് ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. അപ്പം ഈ ഒരു പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വേറെ നമുക്ക് പൊടികളൊന്നും ചേർക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പം ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. വീണ്ടും ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ പേസ്റ്റിൽ അത് കുറേശ്ശായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറാനായിട്ടാണ്. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കണം. മിൽക്കി മിസ്റ്റിന്റെ 200 ഗ്രാമിന്റെ പനീറിന്റെ പാക്കറ്റാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് മുഴുവൻ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ക്യൂബായിട്ട് മുറിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ആ ഒരു പനീർ ഒന്ന് സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ഇനി നമുക്ക് ഈ പനീറിന്റെ കഷ്ണങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതിനെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ ഒരു മസാല എല്ലാത്തിനും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. പനീറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മല്ലിയിലയും 1 ക്യൂബ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വീണ്ടും യോജിപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് കസൂരി മേത്തിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഉണങ്ങിയ ഇലയാണ്. കസൂരി മേത്തിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പനീർ ബട്ടർ മസാലയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അവസാനമായിട്ട് 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമും കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അപ്പം പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള പനീർ ബട്ടർ മസാലയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ബട്ടർ നാൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ വീഡിയോയിലൂടെ വേണ്ടി കാണും. അതുവരെയും താങ്ക് യു.